കൊച്ചി BOT പാലത്തിൽ നിന്ന് യുവാവ് കായലിലേക്ക് ചാടി. പള്ളുരുത്തി സ്വദേശി സഫ്രാനാണ് കായലിലേക്ക് ചാടിയത്. മരിക്കാൻ പോകുന്നുവെന്ന് കൂട്ടുകാർക്ക് വീഡിയോ സന്ദേശം അയച്ചതിന് ശേഷമാണ് യുവാവ് കായലിൽ ചാടിയത്. രാത്രി വൈകിയുള്ള തെരച്ചിൽ ദുഷ്കരമായതിനാൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, എന്താണ് വിവരങ്ങൾ? നിതിൻ, റിജിത്ത്, ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് സഫ്രാൻ എന്ന 19-കാരൻ തൊപ്പുംപടി BOT പാലത്തിൽ നിന്നും കായലിലേക്ക് ചാടിയത്. 3 മണിയോടുകൂടി തന്നെ സുഹൃത്തുക്കൾക്ക് വീഡിയോ സന്ദേശം അയച്ചു. താൻ മരിക്കാൻ പോകുന്നു എന്ന വീഡിയോ സന്ദേശം അയച്ചതിന് ശേഷമാണ് സഫ്രാൻ കായലിലേക്ക് ചാടിയത്. സഫ്രാന്റെ കൂട്ടുകാർ ഇവിടെ എത്തുമ്പോഴേക്കും സഫ്രാൻ കായലിലേക്ക് ചാടിയിരുന്നു. ഇതുവഴി സഞ്ചരിച്ച ആളുകളെല്ലാം തന്നെ സഫ്രാൻ തടയാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും കായലിൽ ചാടുകയായിരുന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷി അടക്കം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും 3 മണിക്ക് ശേഷമാണ് ഞാൻ ഇതിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ പയ്യൻ അവിടെ നിന്ന് നമ്മൾ നടന്നു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ തൊട്ട് പിന്നാലെ 2 സുഹൃത്തുക്കളും ഓടി വരുന്നത് കണ്ടു. അപ്പോഴാണ് നമ്മൾക്ക് ഒരു സംശയം തോന്നിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വണ്ടി സ്ലോ ചെയ്തു. അപ്പോൾ ഈ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു സൂചന പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ രക്ഷപ്പെടുത്താനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ല, കാരണം നമ്മൾ പാസ് ചെയ്ത് പോന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കൈവരിയിൽ നിന്ന് ചാടി അപ്പുറത്തേക്ക് കുറച്ച് ഓടുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൺട്രോൾ റൂമിൻ്റെ വാഹനം, പോലീസിൻ്റെ വാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ അറിയിച്ചു. അപ്പോൾ അവർ ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ കടവന്തരയിലത്തെ സ്കൂബ ടീമുമായിട്ട് ബന്ധപ്പെട്ടു. 5 മണിക്കൂർ തിരച്ചിൽ നടത്തി. അതിനുശേഷം ഇപ്പോൾ ഈ ഇരുട്ട് ആയ സാഹചര്യത്തിൽ തിരച്ചിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഇപ്പോൾ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സും അതോടൊപ്പം പോലീസും കൂടാതെ സ്കൂബ ടീം, നേവി അടക്കമുള്ള സംഘങ്ങളെല്ലാം തിരച്ചിൽ നടത്തിയിട്ടും സഫ്രാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഏതാനും നാളുകളായി സഫ്രാൻ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. അതോടൊപ്പം തന്നെ താൻ ഒറ്റപ്പെടുന്നൊരു സാഹചര്യമാണെന്നാണ് ഇപ്പോൾ കൂട്ടുകാരടക്കം സഫ്രാനെ കുറിച്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുജറാത്തി കോളേജിലെ വിദ്യാർത്ഥിയാണ് സഫ്രാൻ. എന്താണ് ഇത്തരമൊരു സംഭവത്തിന് ഇങ്ങനെ കായലിൽ ചാടാൻ കാരണം തുടങ്ങിയ കാര്യങ്ങൾ തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നു. എന്തായാലും ഒരു ആത്മഹത്യാ ശ്രമമാണെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് മത്സ്യത്തൊഴിലാളികളെ അടക്കം ഇവിടെ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തിയെങ്കിലും പക്ഷേ സഫ്രാനെ കണ്ടെത്താൻ കഴിയില്ല. നമുക്കറിയാം, അടിയൊഴുക്ക് ശക്തമായൊരു സമയമാണ്. മാത്രമല്ല ഇരുട്ടായാൽ പിന്നീട് തിരച്ചിൽ ദുഷ്കരമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നേവി അടക്കമുള്ള സംഘം തിരച്ചിൽ അവസാനിച്ച് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. നാളെ രാവിലെ വീണ്ടും സഫ്രാന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തും. റിജിത്ത്, ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ തെരച്ചിൽ വീണ്ടും തുടങ്ങാനാണ് നിലവിലെ തീരുമാനം.